മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിൽ വിഭാഗീയത. കരിപ്പൂർ മേഖല മുസ്ലിം ലീഗ് ഓഫീസിന് 4 പൂട്ടിട്ടിരിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വിഭാഗീയതയുടെ ഭാഗമായി പാർട്ടിയിലെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ് പൂട്ടിട്ടത്. വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി 22 വോട്ടിന് പരാജയപ്പെട്ടിരുന്നു. അണികളെ ഇക്കോലത്ത് ക്രൂശിച്ചുകൊണ്ട് ഇവരെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടോ ഒരാളെ നിർത്തുക. എന്നിട്ട് അവർ നിർത്തിയതും പോരാ. ആരാ നിർത്തുന്നത്? വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് നിർത്തിയൊരു സ്ഥാനാർത്ഥി ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും 700 വോട്ടിന് ലീഗ് ജയിച്ച ഈ വാർഡിൽ 22 വോട്ടിന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കാണ്. ലീഗ് ഇവിടെ പരാജയപ്പെടുക. പിന്നെ ഇതിപ്പോ ഇവിടെ പൊക്കി പിടിച്ചു വന്ന് നമ്മളിവിടെ ഇപ്പോൾ ഒരു യാത്ര നടത്തുന്നുണ്ട്. ആ യാത്ര അങ്ങോട്ട് കടക്കണില്ല എന്നാണ് ഞാൻ കേട്ടത്. കടത്തുകയാണെങ്കിൽ അതിന് ശക്തമായിട്ട് നമ്മൾ കരിങ്കൊടി കാട്ടുകയും ലീഗിന്റെ ഞാനൊക്കെ ലീഗാനാണ് ഇവിടെ ഇനി കാണുന്നത്. ഞങ്ങളെ പ്രവർത്തകർക്ക് അറിയാം. ഞങ്ങൾ കരിങ്കൊടി കാട്ടി അദ്ദേഹത്തിന്റെ എതിരിൽ ഞങ്ങളുണ്ടാവും. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങൾ പിന്നിടുകയാണ്. പക്ഷെ ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ്. ഇതിൽ നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ വേണ്ടി വരുമോ? എന്താണ് അവസ്ഥ? തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം വന്ന് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷവും മുസ്ലിം ലീഗിനകത്തെ വിഭാഗീയത അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ കരിപ്പൂർ മേഖലാ കമ്മിറ്റി ഓഫീസിലാണ് 4 പൂട്ടിട്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളിൽപ്പെട്ട മുസ്ലിം ലീഗിന്റെ ആളുകൾ പൂട്ടിയത്. 11ാം വാർഡിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവിടെ ആദ്യം 2 സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർന്നു വന്നു. MSFന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം അർഷാദിന്റെ പേരും പിന്നെ വാർഡ് ലീഗ് സെക്രട്ടറി ഹമീദിന്റെ പേരും. ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ വോട്ടെടുപ്പിലൂടെ തീർക്കുകയും പാർട്ടിക്കകത്തൊരു വോട്ടെടുപ്പ് നടത്തി അർഷാദിനെ ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ അതേ സമയത്ത് തന്നെ മണ്ഡലം പ്രസിഡന്റ് VP അബ്ദുൾ ഹമീദ് മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അബ്ദുൾ ഹമീദിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അംഗീകരിക്കാതെ ഈ MSFന്റെ ജില്ലാ കമ്മിറ്റി അംഗം അർഷാദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പിന്നീട് ഫലപ്രഖ്യാപനം വന്ന സമയത്ത് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്ക് അവിടെ 700 വോട്ടിനോളം കിട്ടിയിരുന്നെങ്കിലും വാർഡിലേക്ക് പള്ളിക്കൽ പഞ്ചായത്തിലാണ് മുസ്ലിം ലീഗിൽ വിഭാഗീയത. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.